Good evening, Miss. Good evening. Good evening, Miss. Good evening. Good evening, Miss. Good evening, Miss. Good evening. Good evening, Miss. Good evening. Good evening, Miss. Good evening, Miss. You, Miss. Miss, have you Yes. had your tea? No. How are you, Miss? ടീ കൊണ്ട് തന്നിട്ടുണ്ട്, കുടിക്കണത്രേ. കണ്ടോ? തണുത്തു പോവല്ലേ? How are you, Miss? ഇനിയിപ്പോ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് കുടിക്കാം. ഓക്കെ. നിങ്ങൾ ചായ കുടിച്ചോ? Miss, have you had your tea? നോ. How are you, Miss? I am How good. are you, Miss? എന്റെ ദൈവമേ, എന്ത് ബഹളമായത്. സുഖാണ്. ഇന്നുണ്ടല്ലോ, ഇന്ന് KGBയിലെ റിസ്വാന്റെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് അവിടെ നിന്നായിരുന്നു ലഞ്ച്. നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമുണ്ട് ഇന്ന്. കൊതി വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് അവിടെ റിസ്വാന്റെ ഹൗസ് വാമിങ് ആയിരുന്നു. അവിടെ പോയി ടീച്ചേഴ്സ് എല്ലാം. അല്ല, KGBയിലുള്ള ഭയങ്കര സൗണ്ട് ആയിരുന്നു അല്ലേ? എന്ത് ബഹളമാണ്. ഓക്കെ, മൺഡേ മുതൽ നമുക്ക് സ്കൂളിൽ വെച്ച് കാണാം അല്ലേ? എല്ലാവരും പരമാവധി സ്കൂളിൽ എത്തിച്ചേരാൻ നോക്കണേ. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് അല്ലേ നല്ലത് ഓൺലൈനേക്കാളും അല്ലേ? സ്കൂളിൽ വന്നിട്ട് പഠിക്കുന്നതാണ് നല്ല രസം. ഓക്കെ, ദെൻ നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം. രാവിലെ ഏതായിരുന്നു എടുത്തത്? പശു ജഗത്ത്, പക്ഷി ജഗത്ത് അല്ലേ? പക്ഷികളുടെ ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കുറേ പക്ഷികളുടെ പേര് പഠിച്ചു ഹിന്ദിയിൽ. അപ്പം അതൊന്ന് വായിച്ച് കേൾക്കണം അല്ലേ? ഒന്നുകൂടെ വായിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. പക്ഷി ജഗത്ത്: കബൂത്തർ, ഗൗരയ്യ, കൗവ, ഗിദ്, ബാജ്, തോത്ത, കോയൽ, മോർ. ഇതാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഇത് കുറേ പേര് എഴുതി അയച്ചിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഹിന്ദി നെയിമില്ലേ, പക്ഷികളുടെ ആ പേരില്ലേ, അത് ഹിന്ദിയിലും എഴുതണം. അതേപോലെ അതിൻ്റെ ഹൈഫൺ ഇട്ടിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി എഴുതി വെക്കണം കേട്ടോ. ചാർട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഹിന്ദി വേർഡ് മാത്രം മതി. പക്ഷിയുടെ ആ പിക്ചർ ഒട്ടിക്കുക, അതിൻ്റെ താഴെ അതിൻ്റെ ഹിന്ദിയിലത്തെ നെയിം എഴുതി വെക്കുക. അപ്പോൾ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. നമുക്ക് ഈ പീരീഡ് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ 2, 9ഉം 10ഉമേ ഉള്ളൂ. അതിൽ ഏകദോത്തി നമ്പേഴ്സാണ്. ഒൻപതാമത്തെ പാഠഭാഗത്ത് വരുന്ന കുറച്ച് ഗ്രാമറാണ്. സമാനാർത്ഥവാല്, ഉൾട്ടേ അർത്ഥവാല് ശബ്ദമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ചെറിയൊരു വിഷമമായിരിക്കും അല്ലേ? അപ്പോൾ അവർക്കുള്ള ഹിന്ദിയുടെ വർക്ക് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇപ്പോൾ ഗാത്രി, പിന്നെ ആരാ ഉള്ളത്? കുറച്ച് 2-3 പേരേ ഉള്ളൂ സ്കൂളിൽ വരാത്തവർ അല്ലേ? ഓക്കെ, അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ നമ്പേഴ്സ് കൂടെ ഇന്ന് വർക്ക് തന്നാലോ? ഓക്കെ, ദെൻ ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 74. ഇത് വീണ്ടും സെക്കൻഡ് ക്ലാസ്സിൽ വീണ്ടും പഠിക്കുന്നുണ്ട്, എന്നാലൊന്ന് പരിചയപ്പെടുത്തി തരാം. നോട്ട് ബുക്ക് എടുത്തോ?
അവിടെ ഇപ്പം നിങ്ങൾ ലാസ്റ്റ് എഴുതിയതിൻ്റെ ഒരു പേജ് വിട്ടിട്ട് നിങ്ങൾ ഇപ്പം അവിടെ ഇത് എഴുതരുന്നുണ്ടേ, നമ്മൾക്ക് പേജ് നേരത്തെ പഠിച്ച പക്ഷിയുടെ പേര് എഴുതാനുള്ളത്. അതുകൊണ്ട് ഒരു പേജ് വിട്ട് നെക്സ്റ്റ് പേജ് എടുക്കാം. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ് കൊടുത്തുണ്ടോ, ഗിൻതി എന്ന് കൊടുത്തുണ്ടോ? പാട്ട് 10 ഒന്നും എഴുതണ്ട, ഗിൻതി എന്ന് എഴുതുക. ഗിൻതി എന്ന് എഴുതുക. ഗിൻതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കൗണ്ടിങ്, എണ്ണമില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗിൻതി നമ്പേഴ്സാണ്. അങ്ക് എന്നും പറയും, അക്കം. ഗിൻതി എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. എന്താ ഭവിക? മിസ് ഒന്നും കൂടി പറയാമോ? നെറ്റ് കട്ടായി പോയിരുന്നു. അതാണ്, നീ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പേജ് നമ്പർ ലാസ്റ്റ് പേജില്ലേ 74? 74ലുള്ള ഗിൻതി ആണ് എടുക്കാം നമ്മൾക്ക്. കറണ്ട് പോയോ? ഓക്കെ, അതിൽ ഹെഡിങ് ആയിട്ട് ഗിൻതി നോട്ട് ബുക്കിൻ്റെ ഒരു പേജ് വിട്ടിട്ട് വേണം എഴുതാൻ. എന്താ വെച്ചാൽ അവിടെ നമ്മൾക്ക് പക്ഷികളുടെ പേര് എഴുതാനുണ്ടല്ലേ, പക്ഷി ജഗത്ത് എന്നുള്ള ആ പേര് എഴുതാനുണ്ട്. അപ്പോൾ ആ ഒരു പേജ് വിട്ടിട്ട്, ഹോംവർക്ക് ചെയ്യാത്തവരെ, എഴുതിയവർ വീണ്ടും വിടേണ്ട ആവശ്യമില്ല, എഴുതാത്തവർ ആ ഒരു പേജ് വിട്ടിട്ട് നെക്സ്റ്റ്. എന്താ കാശി? ഓക്കെ, അതിനു മുമ്പായിട്ട് ഞാൻ കാര്യം പറയാം. ഇവിടെ കണ്ടോ, ഈ റെഡ് കളർ കൊടുത്തിരിക്കുന്നുണ്ടോ? 1 2 3 4 5 6 7 8 9 10. എന്താണെന്നറിയോ? ഹിന്ദിയിൽ നമ്മൾ മാത്സിൽ നമ്പേഴ്സ് പഠിക്കുന്നില്ലേ, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ് ഹിന്ദിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? ഫസ്റ്റ് നമ്പർ 1ന് കൊടുത്തിരിക്കുന്നത് ഏക്ക് എന്നാണ്. എന്താണ്? ഏക്ക്. നമ്പർ 1ന് പറയുന്നതാണ് ഏക്ക്. നിങ്ങൾ അവിടെ ഇപ്പം നോട്ട് ബുക്കിൽ എഴുതേണ്ടത് ഗിൻതി എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഏക്ക് എന്ന് എഴുതുക. അവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏക്ക് എന്ന് എഴുതിയ കണ്ടോ? ഏക്ക്. റൈറ്റ്. ഇനി ഒന്നും എഴുതി തരില്ല, നിങ്ങൾ തന്നെ എഴുതാൻ പഠിക്കണം. നോക്കി എഴുതിക്കോ. ഏ കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, 2 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത്? ഏക്ക്. അലോൺ ജോസഫ്, എന്താണ് അവിടെ? നമ്മൾ 10 വരെ വായിക്കാൻ പഠിക്കണം. എങ്ങനെയാണെന്നറിയോ? 1 2 3 4 5 6 7 8 9 10. ഇനിയുണ്ട് 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അങ്ങനെ 100 വരെയല്ല, 1000 1000 വരെയല്ല, കരോഡ് ക്രോർ വരെയുണ്ട് നമ്പേഴ്സ് ഹിന്ദിയിലല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് 10 വരെ, ഫസ്റ്റ് ക്ലാസ്സിലെ ആയുള്ളൂ അല്ലേ, 10 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ സർഗ? സർഗ വിളിക്കാഞ്ഞിട്ട് വീണ്ടും കൈ എത്തിപ്പിടിക്കുക. അൺമ്യൂട്ട് ചെയ്യേ. അതെയോ? എല്ലാവരുടെ ഫോണിൽ ചാർജ് തീരുന്നു. എന്ത് പറ്റിയത്? ഇന്ന് അടുപ്പിച്ച് ക്ലാസ് ആയിരുന്നോ? അതെയോ? ഓക്കെ. ഗാത്രി എന്താണ്? ഡൗൺ റൈറ്റ്. പറഞ്ഞുതരാം നിങ്ങൾ. അതിപ്പോൾ അതിനിടയിൽ കയ്യും കാലും ഉയർത്തുമ്പോൾ അതാണ് ഇപ്പം പറയുന്നത് നിർത്തിപ്പോകുന്നത്. ഓക്കെ, ലിസൺ. പറയുന്നത് ഇനി കേൾക്കുക കേട്ടോ. പറയുന്തോറും നമ്മുടെ സമയം വേസ്റ്റ് ആവുകയാണ്. ഏക്കെന്ന് എഴുതിയില്ലേ? ഏക്കെന്ന് എഴുതിയിട്ട് അവിടെ നമ്പർ 1 ഇടുക. ഹൈഫൺ ഇട്ടിട്ട് 1 എഴുതിക്കോ. ഏക്കെന്ന് പറഞ്ഞാൽ 1 ആണല്ലേ. ഏക്ക് 1. നെക്സ്റ്റ് റെഡ് കളർ കൊടുത്തിരിക്കുന്നുണ്ട് ദോ. എങ്ങനെയാ ദോ എന്ന് എഴുതുക? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാത്രകൾ ചിഹ്നങ്ങൾ പഠിച്ചു, അതുകൊണ്ട് ദോയൊന്നും എഴുതാൻ ബുദ്ധിമുട്ടില്ല അല്ലേ. ദാ എഴുതി ഓക്കി മാത്രം കൊടുക്കുമ്പോഴാണ് ദോ എന്നാവുന്നത്. ദോ എഴുതുക താഴെ. നമ്പർ 2 എഴുതുക. നെക്സ്റ്റ് തീൻ. കണ്ടോ? തീൻ എഴുതി കണ്ടോ? നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. എവിടെയാ തീൻ എന്നുള്ളത്? തീൻ എഴുതി ഞാൻ എഴുതുമ്പോഴാണ് നമ്മൾ തീന്ന് വായിക്കുന്നത്. തീൻ നമ്പർ 3. നെക്സ്റ്റ് ഏതാണ്? ചാർ. ചാർ എഴുതി നമ്പർ 4.
പാഞ്ച് എവിടെയാണ് നോക്കട്ടെ. പാഞ്ച് നമ്പർ 5. ചഹ് ചഹ് നമ്പർ 6. സാത്ത് നമ്പർ 7. 8 നമ്പർ 8. 9 നമ്പർ 9. നൗന്ന് എഴുതാൻ ബുദ്ധിമുട്ടില്ല അല്ലേ? ഔക്കി മാത്രം കൊടുത്താൽ മതി. ന എന്ന ലെറ്ററിന് ഔക്കി മാത്രം കൊടുക്കുമ്പോൾ നൗ നായി. നൗ എന്ന് പറഞ്ഞാൽ 9. 10 എന്ന് പറഞ്ഞാൽ 10. നമ്പർ 10 10. 1 से 10 तक. അപ്പോൾ നമ്പേഴ്സ് എല്ലാം ആയല്ലോ അല്ലേ? ഇതൊക്കെയാണ് $350 ക്ലാസ്സിലേ ഉള്ളൂ. ഓക്കെ. ഇത് എന്നിട്ട് സാറിന് കൊടുക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. ശരി. ഓക്കെ, ഞാനിത് വായിപ്പിക്കും. എഴുതാതിരിക്കരുത് ആരും. ഓക്കെ, യെസ് സർ. നമ്പേഴ്സ് പറയാം. 1 2 3 4 5 6 7 8 9 10. ഇവിടെ കണ്ടോ? ഈ പിക്ചർ നോക്കിയേ നിങ്ങള്. എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. തോത്ത, കൗവ, മോർ, തിത്തലി, പിന്നെന്താണ്, ബന്ദർ, ഫൂൽ, ബതക്ക്, മച്ചലി അല്ലേ? ഇതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ആ പിക്ചറിൽ. നോക്കിയേ. एक पेड़ पर बंदर दो करते रहते खों खों खों. അവിടെ ഒരു ഏക്ക് പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ ആണല്ലേ? അവിടെ ഒരു മരത്തിൽ, ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരു എന്നാ പറയാ. ഒരു മരത്തില് എത്ര മങ്കി ഉണ്ടായിരുന്ന പറഞ്ഞേ? എത്ര ബന്ദർ ഉണ്ടായിരുന്ന പറഞ്ഞേ? ബന്ദർ ദോ ബന്ദർ. ബന്ദർ ദോ. ഏക്ക് പേട് പർ ബന്ദർ ദോ. എന്താ സമജ്ന? ഞാൻ ഹിന്ദിയിലെ 15 വരെ എണ്ണാൻ പഠിച്ചു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഏക്ക് പേട് പർ ബന്ദർ ദോ കർത്തേ രഹത്തെ ഖോം ഖോം ഖോം. എന്താണ്? ഏക്ക് പേട് പറഞ്ഞാൽ ഒരു മരം അല്ലേ? ബന്ദർ ദോ, രണ്ട് മങ്കികൾ. ബന്ദറിലെ നോക്കിയ അവിടെ മരത്തില്, ഒരു മരത്തിൽ 2 ബന്ദർ ഉണ്ടെന്നാ പറഞ്ഞത്. കർത്തേ രഹത്തെ ഖോം ഖോം ഖോം. അവിടെ എന്താണ്? ബന്ദർ എന്താ ചെയ്യാ? എല്ലാവരും കളിയാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കും അല്ലേ? ഇവിടെ നോക്കിയോ. 3 ചിടിയാം 4 കബൂത്തർ. 3 ചിടിയ എന്ന് പറഞ്ഞ എത്രയാണ്? 3 ചിടിയാം. അഫ്രീൻ, ഹൗ മച്ച്? അഫ്രീൻ, 3 ചിടിയാം എന്ന് പറഞ്ഞാൽ 3 ചെടി. 3 ചെടിയാണോ? ചെടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിടിയ ബേർഡ് ആണ് അല്ലേ? ചിടിയാം എന്ന് പറഞ്ഞാൽ ബേർഡ്സ്. ഒന്നിൽ കൂടുതലുണ്ടല്ലേ? അപ്പോൾ ബഹുവചനായി അല്ലേ? നമ്മളൊക്കെ ഏകവചനവും ബഹുവചനമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇതെടുത്തത്.
അപ്പോൾ ഇത് 9ാമത്തെ പേജ് ലെസൺ കണ്ടോ? ശബ്ദ സംസാരം എന്നുള്ളിടത്ത് അവിടെ ഏകവചനം ബഹുവചനമൊക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ 10ാമത്തെ പാഠം പഠിക്കണം ഫസ്റ്റ് അല്ലേ? അപ്പം നോക്കിയേ, തീൻ ചിടിയാന്നല്ല പറയാ, തീൻ ചിടിയാം. എന്താണ് ചിടിയാന്ന് പറഞ്ഞാൽ? ബേർഡ്. ചിടിയാം എന്ന് പറഞ്ഞാൽ ബേർഡ്സ്. കുറേ എണ്ണം ഉണ്ടാകുമ്പോഴാണ് ചിടിയാം എന്ന് പറയാം. അപ്പം തീൻ ചിടിയാം എത്രയാണ്? 3 അല്ലേ? 3 ബേർഡ്സ്. 4 കബൂത്തർ. 4 കബൂത്തർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഋതുദേവേ? 4 കബൂത്തർ കബൂത്തർ ആരാ? കബൂത്തർ 4 പ്രാവുകള്. പിജിയൻ ആണ് കബൂത്തർ അല്ലേ? എവിടെയാണ് കബൂത്തർ ഉള്ളത്? ഞാൻ കണ്ടില്ലല്ലോ അതിനെ. ഇവിടെ ഉണ്ടല്ലേ, ഈ സൈഡിൽ 2 ഉണ്ട്, ഇവിടെ ഉണ്ട് 2. അങ്ങനെയാണ് 4. 4 കബൂത്തർ. നെക്സ്റ്റ്, 3 ചിടിയാം 4 കബൂത്തർ കർത്തേ ചീഞ്ചി ഗുഡർ ഗുഡർ. എന്താണ്? കബൂത്തർ എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുന്നത് അറിയോ നിങ്ങൾക്ക്? പ്രാവുകൾ എങ്ങനെയാ കുറുകുക ചെയ്യുന്നല്ലേ? ആരോമലേ, കബൂത്തർ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ലേ? ഇവിടെ ഹിന്ദിയിൽ പറഞ്ഞ് ഗുഡർ ഗുഡർ എന്നൊക്കെ പറയുന്നത്. നല്ല രസം അല്ലേ? കുറുർ കുറുർ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കാം. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. പ്രാവുകൾ കുറുകുന്നു എന്നാ പറയുന്നത് മലയാളത്തിൽ അല്ലേ? അപ്പോൾ തീൻ ചിടിയാം ചീൻ ചീം. ചീൻ ചീം ചിലക്കുന്നതാണ്. ചിടിയ എന്ന് പറഞ്ഞ ബേർഡ്സ് ഇങ്ങനെ ചിലക്കുന്ന സൗണ്ടാണ് പറയുന്നത്. 5 കോയലേം എന്ന് പറഞ്ഞാൽ ആരാണ്? 5 കോയലേം ഓർ ചഹ് മോർ. 5 കോയൽ എന്ന് പറഞ്ഞാൽ ജസ്വൽ 5 കോയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പറഞ്ഞ എത്രയാണ്? 5 5. കോയൽ എന്ന് പറഞ്ഞ ആരാണ്? കോയൽ കോയൽ ഇപ്പൊ നമ്മൾ മുൻപത്തെ പേജ് പഠിച്ചില്ലേ? കോയൽ എന്ന് പറഞ്ഞ എന്താണ്? കുക്കു ആണ്, കുയിലാണ് അല്ലേ? കോയലേ എന്ന് പറഞ്ഞു. അയ്യോ, അതാരാണ് അവിടെ? അതാരാണ് അവിടെ? ബഹു വെച്ച് എന്നെ ചെവി പൊട്ടിപ്പോയല്ലോ. പാഞ്ച് കോയലേം. ഇപ്പൊ ബഹുവചനം 5 വന്നു അല്ലേ? 1 കൂടുതലാകുമ്പോ കോയലേം. 5 കുയിലുകൾ. ഇവിടെ കണ്ടോ മരത്തിലിരിക്കുന്നേ? 5 കോയലേം. 5 കുക്കു. അപ്പൊ 5 കോയലേം ഓർ ചഹ് മോർ. ചഹ് കൃഷ്ണ, ചഹ് എന്ന് പറഞ്ഞ എത്രയാണ്? ചഹ് മോർ എന്ന് പറഞ്ഞ എത്രയാണ്? 6 എന്നല്ല, 6. 6. 6 എന്താണ്? മോർ എന്ന് പറഞ്ഞ എന്താണ്? മോർ. കൃഷ്ണ, മോർ പീക്കോക്ക് ആണ് അല്ലേ? 6 പീക്കോക്കിനാ പറയുന്നത്. അപ്പൊ ചഹ് മോർ ദേഖേം സദാ ബാദൽ കി ഓർ. എന്താണ്? എപ്പോഴും എങ്ങോട്ടാ നോക്കുന്നേ? എന്താണ്? മോറിന് എന്താ പ്രത്യേകത? മയിലുകള് കാർമേഘം വരുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അല്ലേ? അപ്പോൾ കാർമേഘം ഉണ്ടോ? ബാദൽ, മേഘങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുക എന്നാ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, 7 ബദക്കേ മച്ഛലിയോം 8. 7 ബദക്ക് എന്ന് പറയുമ്പോൾ എത്രയാ സിദ്ധാർത്ഥ്? 7 ബദക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ബദക്കേം. ബദക്ക് എന്ന് പറഞ്ഞ ആരാണ്? ബദക്ക് എന്ന് പറഞ്ഞ ആരാണ്? ബദക്ക് അപ്പൊ കൗവായോ? ഗോഡ്വിൻ, ബദക്ക് താറാവ്, ഡക്ക് അല്ലേ? സിദ്ധാർത്ഥ് മനസ്സിലായോ? ബദക്ക് പറഞ്ഞ ഡക്കാണ്. അപ്പൊ കൗവ എന്ന് പറഞ്ഞ എന്താണ് സിദ്ധാർത്ഥേ? കൗവ എന്ന് പറഞ്ഞാലാണ് ക്രോ, കാക്ക. 7 ബദക്ക് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് ഗോഡ്വിൻ? 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹൗ മച്ച്? 7 ഇപ്പൊ നോട്ട് ബുക്കിൽ എഴുതിയതല്ലേ? 7 എന്ന് പറഞ്ഞ എത്രയാണ്? നോക്ക്, എണ്ണി നോക്ക്. ഇവിടെ എണ്ണി കൗണ്ട് ചെയ്താൽ കിട്ടും.
സാത്ത് ബതക്ക്. ആ ബതക്കിനെ എണ്ണി നോക്ക്. 7. 7. ഓക്കെ. 7. അത് 7 താറാവുകളുണ്ട് അല്ലേ? അതാണ് പറയുന്നത്. നെക്സ്റ്റ്, സാത്ത് ബതക്കെ മച്ചലിയാം 8. ഒരു മച്ചലിയല്ല, മച്ചലിയാം. മച്ചലിയാം എന്ന് പറയുമ്പോൾ ബഹുവചനായി. മച്ചലിയാം 8. ക്രിസ്റ്റോ ജോൺ, മച്ചലിയാം 8. മച്ചലിയാം എന്ന് പറയുമ്പോൾ എത്രയാണ്? സോറി, ആട്ടെന്ന് പറയുമ്പോൾ എത്രയാണ്? ആട്ട് 8. മച്ചലിയാം എന്ന് പറയുമ്പോൾ മീനുകൾ 8 മീനുകളുണ്ട് അവിടെ. എണ്ണി നോക്കിക്കോ നിങ്ങൾ, തെറ്റാണോന്ന്. നെക്സ്റ്റ് നോക്കിക്കോ, ജൽമേൻ ദേക്കോ ഇൻകേ ടാട്ട്. അപ്പോൾ ബതക്കും മച്ചലി എന്താ ചെയ്യുന്നേ? ജൽമേം ദേക്കോ ഇൻകേ ടാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആ വെള്ളത്തിൽ കളിച്ച് രസിക്കും അവരല്ലേ. നൗ തിത്തലിയാം. നൗ തിത്തലിയാം. നോക്കട്ടെ ആരാ ഉള്ളത് ഇവിടെ, നോക്കട്ടെ. നൗ തിത്തലിയ എന്ന് പറഞ്ഞ എത്രയുണ്ട്? അലോൺ, നൗ എന്ന് പറഞ്ഞ എത്രയാണ്? നൗ 10. ഇപ്പൊ 10 എന്ന് പറഞ്ഞാലോ എത്രയാ ദേവപ്രിയ? നൗ നൗ എന്ന് പറഞ്ഞ എത്രയാ? അൺമ്യൂട്ട് ചെയ്യുമോളെ. അമ്മയില്ലേ അടുത്ത്? നൗ 9 ആണ്. തിത്തലിയ എന്ന് പറഞ്ഞ എന്താണ്? തിത്തലിയാം. തിത്തലി എന്ന് പറഞ്ഞ എന്താണ്? അവളെ മ്യൂട്ട് ചെയ്തു. ശ്രുതലക്ഷ്മി, തിത്തലിയാം. ശ്രുതലക്ഷ്മി, എന്തിനാ ഇങ്ങനെ മ്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? തിത്തലി എന്ന് പറഞ്ഞ എന്താ മോളെ? പ്ലീസ് അൺമ്യൂട്ട്. തിത്തലിയാന്ന് പറഞ്ഞാലോ? ചിടിയാന്ന് പറഞ്ഞാലേ പക്ഷി. തിത്തലി എന്ന് പറഞ്ഞ എന്താണ്? തിത്തലിയാം. ദേവപ്രിയ, നീ എന്തിനാ പെട്ടെന്ന് മ്യൂട്ട് ചെയ്യുന്നല്ലേ? എന്താ? പൂമ്പാറ്റയാണ്. ബട്ടർഫ്ലൈക്കാണ് നമ്മൾ തിത്തലി എന്ന് പറയാ കേട്ടോ. തിത്തലിയാം എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈസ്. അപ്പോൾ 9 ബട്ടർഫ്ലൈസ് ഉണ്ട് അവിടെ. നോക്കിക്കോ നിങ്ങള്. 9. നൗ എന്ന് പറഞ്ഞാൽ 9 ആണ്. തോത്തേ 10. തോത്ത എന്ന് പറഞ്ഞ ആരാ? തോത്ത. സമച്ചന, തോത്ത. 10 തോത്ത എന്ന് പറഞ്ഞ എത്ര? 10 തോത്തെ. 10 തത്ത. 10 തത്ത അല്ലേ? തോത്തേ 10 എന്ന് പറഞ്ഞാല് തത്തകൾ 10 എണ്ണം. ഗിൻതി ഹോ ഗൈ 1 से 10. നമ്മള് 1 മുതൽ 10 വരെ എണ്ണിക്കൊണ്ടിരുന്നു. എണ്ണി എന്നാണ് 10 വരെ എണ്ണി എന്നാ പറയുന്നത് അല്ലേ? ഗിൻതി ഹോ ഗൈ 1 से 10. എണ്ണി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒന്ന് നമുക്കിത് പറയണല്ലോ. All of you say loudly. 1 2 3 4 5 8. സോറി, 5 കഴിഞ്ഞ 6 7 8 9 10. ഇനി കുറച്ച് സ്പീഡില്. 1 2 3 4 5 7. സോറി, എനിക്ക് 5 കഴിഞ്ഞ അവിടെ 7 വരുള്ളൂ. എന്തെങ്ങനെ? 1 2 3 4 5 6 7 8 9 10. കുറച്ചുകൂടെ സ്പീഡിൽ പോവാം. 1 2 3 4 5 6 7 8 9 10. 10 വരെ എണ്ണിയാ നോക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ പറഞ്ഞ പോരാ. ഒന്നുകൂടെ. 1 2 3 4 5 6 7 8 9 10. Where is your fingers? Take. ഇപ്പൊ തന്നെ ക്ലാസ്സിൽ പഠിച്ചോ. 1 2 3 4 5 6 7 8 9 10. 1 2 3
4 5 6 7 8 9 10. Once more. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അങ്ങനെ 100 വരെ നമ്മൾ സ്പീഡിൽ പറഞ്ഞു പഠിച്ചാൽ ഒരു ദിവസം മതി നമുക്ക് 100 വരെ പഠിക്കാൻ. സമജ്ഞയ്ക്ക് 15 വരെ അറിയാമെന്ന് പറഞ്ഞു. ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്യാം. വെരി സമജ്ഞ, പ്ലീസ് അൺമ്യൂട്ട്. All of you close your books. समझना count 1 से 10 तक बोलो. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Okay, very good. Give clap. समझना നമ്മളും പഠിച്ചു വരും നെക്സ്റ്റ് ഡേ വരുമ്പോ കേട്ടോ. ഓക്കെ, 15 വരെ സമജ്ഞയായിട്ടുണ്ടല്ലേ. ഓക്കെ, ഈസിയാണ് നമ്പേഴ്സ് പഠിക്കാൻ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്പേഴ്സ് പഠിച്ചതൊന്നും ഇപ്പൊ പറയാൻ പറ്റുമോ? വേറെ രാത്രി 10 വരെയുള്ളത് 1 से 10 तक. 1 2 3 4 5 छह 7 8 9 10. വെരി ഗുഡ്, വെരി ഗുഡ്. ഗീവ് ക്ലാപ്പ്. ഇനി ആരാണ് പറയുന്നത്? അഫ്രീൻ. എല്ലാവരും റെഡിയാണല്ലോ, കുറെ കൈകൾ ഉയർന്നു വരുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഭവിക. ഈശ്വര, എല്ലാരും പറയൂ. ഇപ്പൊ സമയമില്ലല്ലോ, ആകെ 6 മിനിറ്റേ ഉള്ളൂ. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നൗ വെരി ഗുഡ്. ഋതുദേവ്. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഇനി ആരാണ്? പാർവണ. 1 2 3 4 5 6 7 8 വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇനി ആരെങ്കിലും ഉണ്ടോ? നോക്കട്ടെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നമ്മൾക്ക് എല്ലാവരും റെഡിയാണ്. സമയം പോയി, എന്താ ചെയ്യട്ടെ. ആദിനാഥ്. ഓക്കെ, എനിക്കിപ്പം ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ ക്ലോസ് ആവുന്നവരെ നമുക്ക് പോവാം അല്ലേ? ആദിനാഥ് വേഗം പറഞ്ഞോ. 7 8 9 10. 1 2 3 പറഞ്ഞാ കേട്ടില്ല. അതെയോ? ഓക്കെ, ഇനി ആരാണ്? ആരുമില്ല. കാശിനാഥന് എന്താണ് പറ്റിയത്? ഇനി ആരും പറയുന്നുണ്ടോ? സിദ്ധാർത്ഥേ, നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. ഒന്ന് പറഞ്ഞേ നമ്പേഴ്സ്. 1 2 3 4 5 6 ചെക്ക് കഴിഞ്ഞ 7 7 8 8 9 9 10. 10. അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പറയണം കേട്ടോ. ഇനി ആരുമില്ലല്ലോ. കുറേ മടിയന്മാരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഗൗരി എന്താ? Where is your brother?
അപ്പൂസിനോട് കുറച്ചേരം വർത്തമാനം പറഞ്ഞിട്ട് പോവാന്ന് എഴുതിട്ടാ. വൈഷ്ണവ്, 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 where are you? बोलो, 1 से 10 तक बोलो. वैष्णव, से 1. ഇത് സന്ദര സന്ദര അതെ. വൈഷ്ണവ് വേറെ ഏതോ ലോകത്താന്ന് തോന്നല്ലോ. വൈഷ്ണവി, നീ എന്തീ പറയുന്നത്? ആ, ഗൗരി നന്ദ, പ്ലീസ് അൺമ്യൂട്ട്. ഹായ്, how are you? I am fine. Okay. Good evening. ആ, ഒരു പാട്ട് പാടിത്തരുവോ അപ്പൂസേ? രാവിലെയും വൈകുന്നേരം ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും തരുന്ന ഭാവേ അത്. ഒന്നും മനസ്സിലാവൂലെങ്കിലും ഒരു പാട്ട് പാടിത്തരുവോ? Very good. Give a clap. Very good. Very good. Thank you. Thank you. Then okay. Bye bye. See you. Bye bye.